ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ പുതിയൊരു PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്? നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്? ബാരൻ ദ്വീപ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏത്? ഗംഗ. ബക്രാം നംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്? സാങ്പോ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്? ഗോദാവരി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഇന്ത്യൻ നാവികസേനാ ദിനം? ഡിസംബർ 4. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം? തിരുവനന്തപുരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ? പൃഥ്വി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്ക. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗ. വൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത്? പൗരത്വം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? 2002. ഇന്ത്യയുടെ പ്രഥമ പൗരൻ? പ്രസിഡന്റ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ നിലവിൽ വന്നത്? 1977. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്? ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി? മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? 2005. ലോക ഭൗമദിനം എന്ന്? ഏപ്രിൽ 22. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ചൂളന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ? പശ്ചിമഘട്ടം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം? 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം? കോട്ടൂർ. കേരളത്തിലെ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്? ആന. കേരളത്തെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം? 2002. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്? 1940. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം? തിരുവനന്തപുരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശ്ശൂർ. കുറിച്യർ കലാപം നടന്ന വർഷം? 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സമരം? ചമ്പാരൻ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം? റൂർക്കേല. ISRO രൂപീകൃതമായത്? 1969. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം? ചാന്ദ്രയാൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം? ചൗരി ചൗര സംഭവം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം? ചിന്നാർ വന്യജീവി സങ്കേതം. ലോക ജലദിനം?
മാർച്ച് 22. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ചിലി. സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. ട്രയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ PV സിന്ധു ലോക റാങ്കിങ്ങിൽ എത്രാമതാണ്? 3. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സിയാച്ചിൻ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്നത്തെ ക്ലാസ്സിലെടുത്ത 60 GK ക്വസ്റ്റ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അറിയാത്തത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ കണ്ടെത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്